ജോഷുവ അധ്യായം 18. ഇസ്രായേൽ ജനം ഷീലോയിൽ ഒന്നിച്ചുകൂടി അവിടെ സമാഗമ കൂടാരം സ്ഥാപിച്ചു. ആ ദേശം അവർക്ക് അധീനമായിരുന്നു. ഇനിയും അവകാശം ലഭിക്കാത്ത 7 ഗോത്രങ്ങൾ ഇസ്രായേൽക്കാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അതിനാൽ ജോഷുവ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ദേശം കൈവശപ്പെടുത്താതെ എത്ര നാൾ നിങ്ങൾ അലസരായിരിക്കും? ഓരോ ഗോത്രത്തിൽ നിന്നും 3 പേരെ വീതം തിരഞ്ഞെടുക്കുവിൻ. ഞാൻ അവരെ ആ ദേശത്തേക്ക് അയക്കാം. അവർ ചുറ്റി സഞ്ചരിച്ച് തങ്ങൾ കൈവശമാക്കാൻ ഉദ്ദേശിക്കുന്ന ഭാഗത്തിൻ്റെ വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടുവരട്ടെ. അവർ അത് 7 ഭാഗങ്ങളായി തിരിക്കണം. യൂദ തെക്ക് ഭാഗത്തുള്ള തൻ്റെ ദേശത്ത് താമസം തുടരട്ടെ. ജോസഫിൻ്റെ കുടുംബം വടക്ക് ഭാഗത്തുള്ള തങ്ങളുടെ സ്ഥലത്തും. നിങ്ങൾ ആ പ്രദേശം 7ആയി തിരിച്ച് വിവരം എനിക്ക് തരുവിൻ. ഞാൻ നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ നറുക്കിട്ട് അത് നിങ്ങൾക്ക് നൽകാം. ലേവ്യർക്ക് നിങ്ങളുടെ ഇടയിൽ ഓഹരി ഉണ്ടായിരിക്കുകയില്ല. കർത്താവിൻ്റെ പൗരോഹിത്യമാണ് അവരുടെ ഓഹരി. ജോർദാന് കിഴക്ക് ഗാദിനും റൂബനും മനാസയുടെ അർദ്ധഗോത്രത്തിനും തങ്ങളുടെ അവകാശം ലഭിച്ചിട്ടുണ്ട്. ഇത് കർത്താവിൻ്റെ ദാസനായ മോശ അവർക്ക് നൽകിയതാണ്. അവർ യാത്ര പുറപ്പെട്ടു. ദേശത്ത് ചുറ്റി സഞ്ചരിച്ച് വിവരം ശേഖരിച്ച് മടങ്ങിവരുവിൻ. ഇവിടെ ഷീലോയിൽ കർത്താവിൻ്റെ മുമ്പിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നറുക്കിടാം എന്ന് ജോഷുവ പറഞ്ഞു. അവർ പോയി ചുറ്റി സഞ്ചരിച്ച് ദേശത്തെ 7ആയി തിരിച്ച് പട്ടണങ്ങളടക്കം വിവരം രേഖപ്പെടുത്തി. അവർ ഷീലോയിൽ ജോഷുവയുടെ അടുത്ത് പാളയത്തിൽ മടങ്ങിയെത്തി. അപ്പോൾ ജോഷുവ അവർക്ക് വേണ്ടി ഷീലോയിൽ കർത്താവിൻ്റെ മുമ്പിൽ വെച്ച് നറുക്കിട്ടു. അവൻ ഇസ്രായേൽ ജനത്തിന് ആ ദേശം ഗോത്രമനുസരിച്ച് വിഭജിച്ചു കൊടുത്തു. ബെഞ്ചമിൻ ഗോത്രത്തിലെ കുടുംബങ്ങൾക്ക് നറുക്ക് വീണു. യൂദാ ഗോത്രത്തിൻ്റെയും ജോസഫ് ഗോത്രത്തിൻ്റെയും മധ്യേ കിടക്കുന്ന പ്രദേശമാണ് അവർക്ക് ലഭിച്ചത്. അവരുടെ വടക്കേ അതിർത്തി ജോർദാനിൽ തുടങ്ങി ജെറീക്കോയുടെ പാർശ്വം വരെ ചെന്ന് മലമ്പ്രദേശങ്ങളിലൂടെ പടിഞ്ഞാറോട്ട് കടന്ന് ബേഥാവൻ മരുഭൂമിയിൽ എത്തുന്നു. അവിടെ നിന്ന് ലൂസിൻ്റെ ബഥേലിൻ്റെ തെക്ക് ഭാഗത്തൂടെ കടന്ന് താഴോട്ട് ബെത്ഹറോണിൻ്റെ തെക്ക് കിടക്കുന്ന മലയിലൂടെ അത്താറോത്ത് ആദാറിലേക്ക് ഇറങ്ങുന്നു. വീണ്ടും അത് പടിഞ്ഞാറ് ഭാഗത്ത് തിരിഞ്ഞ് തെക്കോട്ട് പോയി ബേത് ഹോറോമിനെതിരെ കിടക്കുന്ന മലയിൽ നിന്ന് യൂദാഗോത്രത്തിൻ്റെ പട്ടണമായ കിരിയാത്ത് ബാലിൽ കിരിയാത്ത് എയാറമിൽ വന്നു നിൽക്കുന്നു. അവരുടെ പടിഞ്ഞാറേ അതിർത്തിയാണ് ഇത്. തെക്ക് ഭാഗം കിരിയാത്ത് എയാറിമിൻ്റെ പ്രാന്തങ്ങളിൽ ആരംഭിക്കുന്നു. അവിടെ നിന്ന് അത് എഫ്രോണിൽ നെഫ്തോവ നീരുറവ് വരെ ചെല്ലുന്നു. അനന്തരം അത് താഴോട്ട് റഫായിൻ താഴ്വരയുടെ വടക്കേ അറ്റത്തുള്ള ഇന്നോമിൻ്റെ മകൻ്റെ താഴ്വരയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതത്തിൻ്റെ അതിർത്തി വരെയും എത്തുന്നു. വീണ്ടും ഹിന്നോൻ താഴ്വരയിലൂടെ ഇറങ്ങി ജബൂസ്യരുടെ ദേശത്തിൻ്റെ തെക്ക് ഭാഗത്തൂടെ താഴെ എൻറോഗലിൽ എത്തുന്നു. പിന്നീട് അത് വടക്കോട്ട് തിരിഞ്ഞ് എൻഷമേഷിൽ ചെന്ന് അതുമ്മീം കയറ്റത്തിനെതിരെ കിടക്കുന്ന ഗലീലോത്തിലെത്തി താഴേക്കിറങ്ങി റൂബൻ്റെ മകനായ ബോഹൻ്റെ ശില വരെ എത്തുന്നു. വീണ്ടും ബഥരാബായ്ക്ക് വടക്കോട്ട് കടന്ന് താഴേക്കിറങ്ങി അരാബായിലെത്തുന്നു. ബത്ഹോഗ്ലായുടെ വടക്ക് ഭാഗത്തൂടെ ജോർദാൻ്റെ തെക്കേ അറ്റത്തുള്ള ഉപ്പുകടലിൻ്റെ വടക്കേ അറ്റത്ത് കിടക്കുന്ന ഉൾക്കടലിൽ അവസാനിക്കുന്നു. ഇതാണ് തെക്കേ അതിർത്തി. കിഴക്കേ അതിർത്തി ജോർദാൻ ആണ്. ബെഞ്ചമിൻ ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് ലഭിച്ച അവകാശത്തിൻ്റെ അതിർത്തികളാണ് ഇവ. കുടുംബക്രമമനുസരിച്ച് ബെഞ്ചമിൻ ഗോത്രത്തിനുള്ള പട്ടണങ്ങൾ ഇവയാണ്: ജെറീക്കോ, ബെത്ഹോഗ്ല, എമക്കസീസ്, ബദരാബ, സെമറായിം, ബഥേൽ, ആറാവിം, പാര, ഓഫ്ര, കേഫാറമ്മോനി, ഓഫ്നി,
ഗേബ എന്നീ 12 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും, ഗിബയോൻ, റാമ, ബേരോത്ത്, മിസ്പെ, കെഫീര, മോസ, റഖേം, ഇർപ്പേൽ, തരാല, സേല, കായലഫ്, ജബൂസ്, ജെറുസലം, ഗിബയ, കിരിയാഥയാറിം എന്നീ 14 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും ബെഞ്ചമിൻ ഗോത്രത്തിന് കുടുംബക്രമം അനുസരിച്ച് ലഭിച്ച ഓഹരിയാണിത്. Chapter 18. After they had subdued the land, the whole community of the Israelites assembled at Shiloh, where they set up the meeting tent. 7 tribes among the Israelites had not yet received their heritage. Joshua therefore said to the Israelites, "How much longer will you put off taking steps to possess the land which the Lord, the God of your fathers, has given you? Choose 3 men from each of your tribes. I will commission them to begin a survey of the land which they shall describe for purposes of inheritance. When they return to me, you shall divide it into 7 parts. Judah is to retain its territory in the south, and the house of Joseph its territory in the north. You shall bring here to me the description of the land in 7 sections. I will then cast lots for you here before the Lord our God. For the Levites have no share among you, because the priesthood of the Lord is their heritage, while Gad, Reuben, and the half-tribe of Manasseh have already received the heritage east of the Jordan, which Moses, the servant of the Lord, gave them." When those who were to map out the land were ready for the journey, Joshua instructed them to survey the land, prepare a description of it, and return to him. Then he would cast lots for them there before the Lord in Shiloh. So they went through the land, listed its cities in writing in 7 sections, and returned to Joshua in the camp at Shiloh. Joshua then divided up the land for the Israelites into their separate shares, casting lots for them before the Lord in Shiloh. 1 lot fell to the clans of the tribe of Benjamites. The territory allotted them lay between the descendants of Judah and those of Joseph. Their northern boundary began at the Jordan, and went over the northern flank of Jericho, up westward into the mountains, till it reached the desert of Beth-aven. From there it crossed over to the southern flank of Luz, that is Bethel. Then it ran down to Ataroth-Adar on the mountaintop south of lower Beth-horon. For the western border the boundary line swung south from the mountaintop opposite Beth-horon, till it reached Kiriath-Baal, that is Kiriath-Jearim, which city belonged to the Judahites. This was the western boundary. The southern boundary began at the limits of Kiriath-Jearim and projected to the spring at Nephtoah. It went down to the edge of the mountain on the north of the valley of Rephaim, where it faces the valley of Ben-Hinnom, and continuing down the valley of Hinnom, along the southern flank of the Jebusites, reached En-Rogel. Inclining to the north, it extended to En-Shemesh, and thence to Geliloth, opposite the pass of Adumim. Then it dropped to Eben-Bohan Ben-Reuben, across the northern flank of the Arabah overlook, down into the Arabah. From there the boundary continued across the northern flank of Beth-Hoglah, and extended to the northern tip of the Salt Sea at the southern end of the Jordan. This was the southern boundary. The Jordan bounded it on the east. This was how the heritage of the clans of the Benjamites was bounded on all sides. Now the cities belonging to the clans of the tribe of the Benjamites were Jericho, Beth-Hoglah, Emek-Keziz, Beth-Arabah, Zemaraim, Bethel, Avim, Para, Ophrah, Kephar Ammoni, Ophnai, and Geba, 12 cities and their villages. Also Gibeon, Ramah, Beeroth, Mizpah, Kephirah, Moza, Rikim, Irpeel, Tarala, Zillah, Haelef, the Jebusite city, that is Jerusalem, Gibeah and Kiriath, 14 cities and their villages. This was the heritage of the clans of Benjamites.